തളിപ്പറമ്പിലെ ഒരു പറ്റം സിനിമാ പ്രേമികളുടെ കൂട്ടായ്മയിൽ ഒരുക്കിയ 1098 സിനിമ തിയേറ്ററുകളിലെത്തി. തളിപ്പറമ്പ് ആലങ്കിൽ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് ലഭിച്ചത്. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ സിനിമ കൂടിയാണ് 1098. ഗുരു ഗോവിന്ദ് സംവിധാനവും രചനയും നിർവഹിച്ച സിനിമ കണ്ണൂർ ജില്ലയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളിലും കുറ്റകൃത്യങ്ങളിലും ചൈൽഡ് ലൈൻ നടത്തുന്ന മികച്ച ഇടപെടലുകൾ കൂടിയാണ് ഈ സിനിമയിലൂടെ പൊതുസമൂഹത്തിനു മുൻപിൽ എത്തിക്കുന്നത്. കണ്ണൂർ, തളിപ്പറമ്പ്, വായാട്ടുപറമ്പ്, മാടായി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് 1098ന്റെ ചിത്രീകരണം പൂർത്തീകരിച്ചത്. സന്തോഷ് കീഴാറ്റൂർ, അഡ്വക്കേറ്റ് സി ഷുക്കൂർ, മോനിഷ മോഹൻ, റിയാസ് KMR, അനുറാം, MR മണിബാബു, രാജേഷ് പൂന്തുരുത്തി തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ. കണ്ണൂരിലും തളിപ്പറമ്പിലുമുള്ള നിരവധി പുതുമുഖങ്ങളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വെറുതെ ഒരു സിനിമ ചെയ്യുക എന്നതിനുപരിയായി സമൂഹത്തിന് അവബോധമുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം മുന്നോട്ട് വയ്ക്കുക എന്ന ദൗത്യം കൂടിയാണ് സിനിമയ്ക്കായി പ്രവർത്തിച്ചവർ ഏറ്റെടുത്തതെന്ന് സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു. അവരുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. അവർ എത്രയോ നാളുകളായിട്ട് വെറുതെ ഒരു സിനിമ ചെയ്യുക എന്നതിലപ്പുറം സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു വിഷയം സമൂഹത്തിന് മുന്നോട്ടേക്ക് വെക്കുക എന്നൊരു ദൗത്യം കൂടി അവർ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് എനിക്ക് തോന്നുന്നത് കണ്ണൂരിൽ നടന്ന ഒരു യഥാർത്ഥ ഇൻസിഡൻറ്റിനെ ആസ്പദമാക്കി ഗുരു വികസിപ്പിച്ചെടുത്തൊരു തിരക്കഥയാണ്. പക്ഷെ ഇന്ന് ഈ സിനിമ ഞാൻ കാണുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കമ്പിൽ സ്കൂളിൽ സമാനമായൊരു സംഭവം നടന്നു. എത്രത്തോളം മാധ്യമപ്രവർത്തകർ അത് റിപ്പോർട്ട് ചെയ്തു എന്നറിയില്ല. വളരെ ചെറിയ രീതിയിൽ. ഇപ്പം ഞാൻ പോലും അറിഞ്ഞത് തൃശ്ശൂരുള്ള എൻ്റെ ഒരു സുഹൃത്ത് മാർട്ടിൻ ഊരാളി എന്ന് പറയുന്ന വലിയൊരു പ്രൊട്ടസ്റ്റ് ഗായകനാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ആ സംഭവം അറിയുന്നത് പോലും. ഞാൻ ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു. ആ അന്വേഷിച്ച വിഷയവും അന്ന് ആ കമ്പിൽ സ്കൂളിൽ നടന്ന വിഷയവും ഇന്ന് ഞാൻ ഈ 1098 എന്ന് പറഞ്ഞ ഈ സിനിമ കാണുമ്പോൾ സമാനമായ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഇന്നും കുട്ടികൾ പല അധ്യാപകരാലും വേട്ടയാടപ്പെടുന്നു എന്ന ഒരു നഗ്നസത്യം ഉണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതാണ് ഈ കമ്പിൽ സ്കൂളിലടക്കം കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ കാന്തൻ ഉൾപ്പെടെയുള്ള നിരവധി സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച പ്രിയനാണ് ഛായാഗ്രഹണം. മെറ്റാമോർഫോസിസ് മൂവി ഹൌസിന്റെ ബാനറിൽ C ജയചിത്രയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഈ സിനിമ ഒരുക്കിയതെന്ന് സംവിധായകൻ ഗുരു ഗോവിന്ദ് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ ഒരു കൂട്ടായ്മ ചെയ്യുമ്പം ആദ്യം ഒരു പ്രൊഡ്യൂസറൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ ഒരു ഫണ്ടൊക്കെ സ്വരൂപിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താണ്. പക്ഷേ അതിൻ്റെ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരു പ്രൊഡ്യൂസർ വന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിൽ ഓരോ പ്രതിസന്ധികൾ ഉണ്ടായി. അതിനെയൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ ഏകദേശം സത്യം പറഞ്ഞാൽ ഒരു 2 വർഷത്തോളം ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയത്. സിനിമ ഇപ്പം ഓൾറെഡി 8 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് 8 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സെലക്ഷൻ കിട്ടുകയും അതിൽ നിന്നായിട്ട് 9 അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ബാങ്കോക്ക് മൂവി അവാർഡ്, റോഹിബ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം, മകിഴ്മതി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച സിനിമ, മികച്ച സംവിധായകൻ, മികച്ച ഛായാഗ്രഹകൻ തുടങ്ങിയ പുരസ്കാരങ്ങളും സിനിമ കരസ്ഥമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.